ദുബൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള വിമാനം അനിശ്ചിതമായി വൈകിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 6 മണിക്ക് അത് പുറപ്പെടേണ്ടതായിരുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് വൈകുന്നത്. സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉണ്ട്. 150ഓളം യാത്രക്കാർ ഇപ്പോഴും ദുരിതത്തിലാണ്. യാത്രക്കാർ വിമാനത്തിനകത്ത് പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പലരുടെയും, അതായത് 2 വയസ്സുള്ള കുഞ്ഞുൾപ്പെടെ വിമാനത്തിനകത്തുണ്ട്. മാത്രമല്ല 2 പേരുടെ ഒരാളുടെ പിതാവ് മരിച്ചു, അതറിഞ്ഞിട്ട് പോന്നു, മറ്റൊരാൾ ആശുപത്രിയിലേക്ക് പോവുകയാണ് എന്നൊക്കെയുള്ള വിവരങ്ങളുണ്ട്. അപ്പം എന്താണ്, അവർക്കുള്ള യാതൊരു സൗകര്യവും ഒരുക്കിയിട്ടില്ല എന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. ഷിനോ ഷംസുദ്ദീൻ ചേരുന്നുണ്ട്. ഒപ്പം ഷിനോ ഷംസുദ്ദീനിലേക്ക്. ഷിനോജ്, ഇന്നലെ 3 മണിക്കുള്ള ഫ്ലൈറ്റ് ആയത്. എന്നിട്ട് ഇതുവരെ എടുത്തിട്ടില്ല. എന്റെ വാപ്പായ കാണണം. വാപ്പ മരിച്ചു കിടക്ക. നേരത്തെ പറഞ്ഞില്ല വേറെ ഫ്ലൈറ്റ് പിടിച്ചു പോയല്ലേ. വെതർ കണ്ടീഷൻ അത് ഒരു കുഴപ്പമില്ല. എല്ലാ എയർപോർട്ടിൽ പോകുന്നുണ്ട്. എല്ലാ എയർപോർട്ടിലും എന്റെ ഫാദർ ഹോസ്പിറ്റലിൽ മരിച്ചിട്ട് കിടക്കുകയാണ്. എന്റെ ഫാദർ, എന്റെ സിസ്റ്റർ ഉൾപ്പെടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ രാവിലെ 3 മണിക്കാണ് ഇവിടെ എത്തിയത്. 3 മണിക്ക് രാവിലെ എയർപോർട്ടിനകത്ത് കയറിയിട്ടിരിക്കും. വെള്ളം പോലും. ഇതിനകത്ത് 2 വയസ്സായ കുട്ടിയുണ്ട്. ഭക്ഷണം കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ഇതുവരെയും ഭക്ഷണം കിട്ടിയിട്ടില്ല. ഒരു ദിവസമായ കുട്ടീനകത്ത്. ഷിനോ ഷംസുദ്ദീൻ ചേരുന്നുണ്ട്. ഷിനോജ, വലിയ ദുരിതത്തിലാണ്. നമ്മൾ കേട്ടതാണ് ഇവരുടെ ബുദ്ധിമുട്ട്. അത് എത്രത്തോളമാണ്, അവർക്കുള്ള സൗകര്യങ്ങളില്ല. മാത്രവുമല്ല ഇതിങ്ങനെ വൈകുന്നത്. 2 പേരുടെ ബന്ധുക്കളാണ് മരിച്ചിരിക്കുന്നത്. അപ്പം അവരുടെ സങ്കടവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എന്തെങ്കിലും അറിയിപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയെങ്കിലും ചെയ്തിട്ടുണ്ടോ? എപ്പോൾ പുറപ്പെടുമെന്നാണ് അറിയുന്നത്? ധന്യ, ഇന്ന് പുലർച്ചെ 6:05 പുറപ്പെടേണ്ട IX530 വിമാനത്തിലെ യാത്രക്കാരുടെ ദുരിതമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ആദ്യം പറഞ്ഞത് ഈ വിമാനത്തിന് തിരുവനന്തപുരത്ത് നിന്ന് ദുബൈയിലേക്ക് എത്തേണ്ട വിമാനം മോശം കാലാവസ്ഥയെ തുടർന്ന് റാസൽ ഹൈമയിൽ ഇറക്കി. അതുകൊണ്ടാണ് വിമാനം വൈകുന്നത് എന്നാണ് കാരണം പറഞ്ഞിരുന്നത്. അങ്ങനെ ആ വിമാനം കാത്തിരുന്ന് മണിക്കൂറുകളോളം കാത്തിരുന്ന ശേഷം രാവിലെ 11 മണിക്ക് ഇവരെ വിമാനത്തിൽ കയറ്റി മുംബൈയിലേക്ക് കൊണ്ടുപോകാം, അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ വിമാനവും പിന്നെ ഈ ജീവനക്കാരുടെ സമയം മാറി എന്ന് പറഞ്ഞ് പറന്നു പൊങ്ങിയില്ല. അങ്ങനെ യാത്രക്കാർ അതിനകത്ത് പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. അത് കഴിഞ്ഞ് മണിക്കൂറോളം ഇവർ വിമാനത്തിൽ കാത്തിരുന്നതിന് ശേഷം ഇവരെ വീണ്ടും വിമാനത്തിൽ നിന്ന് ഇറക്കി. പിന്നീട് UAE സമയം 5 മണിക്ക് ഇവരെ ചെന്നൈയിലേക്ക് എത്തിക്കാമെന്ന് വാക്കുകൊടുത്ത് അവരെ സമാധാനിപ്പിച്ച് ഇരുത്തുകയായിരുന്നു. 5 മണിക്കും ഈ വിമാനം പുറപ്പെട്ടില്ല. ചെന്നൈയിലേക്കുള്ള വിമാനവും വന്നില്ല. ഒടുവിൽ ഇവരോട് ഇപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നത് നാളെ പുലർച്ചെ 7 മണിക്ക് തിരുവനന്തപുരത്തേക്ക് തന്നെ മറ്റൊരു വിമാനത്തിൽ ഇവരെ എത്തിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യാത്രക്കാരെ ഇപ്പോൾ ഹോട്ടലിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇന്നലെ പുലർച്ചെ 3 മണിക്ക് എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്ത യാത്രക്കാരാണ് ഇവർ. അവർക്ക് ഇനി 24 മണിക്കൂർ കഴിഞ്ഞാലും നാട്ടിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുന്നു എന്നുള്ളതാണ്. പിതാവ് മരിച്ച 3 പേർ അതിലുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. 2 പേര് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ പിതാവ് മരിച്ചൊരു എൻ്റെ സഹോദരി കൂടിയുണ്ട് എന്ന് ഒരു യാത്രക്കാർ പറയുന്നുണ്ട്. അത്തരത്തിൽ അടിയന്തരമായി നാട്ടിലെത്തേണ്ടവരാണ് ഈ 15 മണിക്കൂറിലേറെയായി ഇപ്പോഴും ദുബൈയിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നത്. ധന്യ, അതാണ് ഏറ്റവും ദുരിതപൂർണമായ അവസ്ഥയിലാണ് ഇപ്പോൾ യാത്രക്കാരുള്ളത് എന്നുള്ളതാണ്. കാരണം കുറച്ചു കാലമായിട്ട് നമുക്കറിയാം ഈ യാത്രക്കാരുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ഓരോ ഇന്ത്യയിലെ അവസ്ഥ ഇപ്പം ഇൻഡിഗോയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ്. പക്ഷേ എയർ ഇന്ത്യ ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രശ്നമല്ല. അത് ഒരുപാട് മാസങ്ങളായി ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ദുരിതത്തിൽ ഇപ്പോൾ അവിടുത്തെ യാത്രക്കാരുമായിരിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് നാട്ടിലേക്ക് എത്താനുള്ള യാതൊരു മാർഗവും ഇപ്പോൾ തെളിയുന്നില്ലെന്ന് മനസ്സിലാകുന്നു. ഇനി സൗദിയിലെ ഫാക്ടറി വ്യവസായ മേഖലയിൽ വിദേശികൾക്കുള്ള ലെവി പൂർണ്ണമായും ഒഴിവാക്കിയത് പ്രവാസികൾക്കും നേട്ടമാകും. നേരത്തെയുള്ള ഇളവ് പൂർണ്ണമായും സ്ഥിരമാക്കാനാണ് തീരുമാനിച്ചത്. ഇൻഡസ്ട്രിയൽ മേഖലയിൽ ലൈസൻസുള്ള ചെറുതും വലുതുമായ എല്ലാ സ്ഥാപനങ്ങൾക്കും ഇളവ് ലഭ്യമാകും. നേരത്തെയുള്ള ഇളവ് ഈ മാസം അവസാനിക്കാനിരിക്കെയാണ് ഉത്തരവിറങ്ങിയത്. വിദേശ നിക്ഷേപം ഈ രംഗത്ത് കൂടുതൽ ആകർഷകമാക്കുകയാണ് ലക്ഷ്യം. സൗദി കിരീടാവകാശിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിസഭ ഇക്കാര്യം അംഗീകരിച്ചു. ഇതിന്റെ വിശദാംശങ്ങൾ നൽകും റിയാദിൽ നിന്ന് മിഷാൽ ചെർപ്പുളശ്ശേരി.
ധന്യ, ഇന്ന് കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഈ ഒരു സുപ്രധാന തീരുമാനം എത്തിയിരിക്കുന്നത്. നേരത്തെ സൗദിയിലെ വ്യവസായ മേഖലകളിലെ വിവിധ ഇൻഡസ്ട്രിയൽ സോണുകളിലെ ലെവി ഇളവ് പ്രഖ്യാപിച്ചിരുന്നു. 9,700 റിയാലായിരുന്നു സൗദിയിൽ ഒരു വിദേശ തൊഴിലാളിയെ നിയമിക്കുന്നതിനായി നൽകേണ്ടിയിരുന്ന ലെവി തുക. വിദേശികളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനും അതോടൊപ്പം തന്നെ സ്വദേശികൾക്ക് കൂടുതൽ ജോലി അവസരം നൽകുന്നതിൻ്റെയും ഭാഗമായാണ് നേരത്തെ ലെവി ഏർപ്പെടുത്തിയിരുന്നത്. ഇൻഡസ്ട്രിയൽ മേഖലയിലേക്ക് വിദേശ കമ്പനികൾ വരുന്നതിനുള്ള പ്രധാന തടസ്സങ്ങളിലൊന്ന് ഈ ഒരു ലെവി സംവിധാനം തന്നെയായിരുന്നു. കാരണം യോഗ്യരായ സൗദികളെ ലഭ്യമാകാത്ത സാഹചര്യത്തിൽ, തൊഴിലാളികളായി ലഭ്യമാകാത്ത സാഹചര്യത്തിൽ വിദേശികളെ ആശ്രയിക്കേണ്ടി വരും. അത്തരം ഘട്ടങ്ങളിൽ ലെവിക്കായി ഇത്രയധികം പണം മുടക്കുന്നത് കമ്പനികൾക്ക് വിപണിയിൽ തന്നെ പിടിച്ചു നിൽക്കാൻ പ്രയാസമുണ്ടാക്കാറുണ്ട്. ഇതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ മേഖലയിൽ ലെവി നേരത്തെ ഒഴിവാക്കി കൊടുത്തിരുന്നത്. ഈ മാസം ആ ഒരു ഇളവ് കാലാവധി, അതായത് ലെവി ഒഴിവാക്കി കൊടുത്ത ആ ഒരു ഇളവ് കാലാവധി ഈ മാസം അവസാനിക്കുകയാണ്. അതിനിടയിലാണ് പൂർണ്ണമായും ലെവി ഇളവ് നിലവിൽ പ്രഖ്യാപിക്കുന്നത്. പുതിയ തീരുമാനം വലിയ രീതിയിൽ സ്ഥാപനങ്ങൾക്കും ആശ്വാസമാകും. ഇനി ഇത്തരം സ്ഥാപനങ്ങൾ തൊഴിലാളികളുടെ ഇക്കാമ പുതുക്കുമ്പോൾ ലെവി തീരെ നൽകേണ്ടതില്ല. അതോടൊപ്പം തന്നെ വ്യക്തികൾക്കും, അതായത് ഇത്തരം കമ്പനികളിൽ തൊഴിലെടുക്കുന്നവർക്ക് കൂടുതൽ ആനുകൂല്യം അടക്കമുള്ള സൗകര്യങ്ങൾ ലഭിക്കാനും ലെവി ഇളവ് സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മലയാളികളടക്കം ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ഇന്ത്യൻ കമ്പനികളും സൗദി അറേബ്യയിൽ വ്യവസായ മേഖലയിൽ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. രാജ്യത്തെ ഇൻഡസ്ട്രിയൽ സോണുകളിൽ പ്രവർത്തിക്കുന്ന അത്തരം ലൈസൻസ് ഉള്ള കമ്പനികൾക്കായിരിക്കും നിലവിലെ ലെവി ഇളവ് നിയമം ബാധകമാകുക. പുതുതായി സൗദിയിലേക്ക് വരുന്ന ഭൂരിഭാഗം കമ്പനികളും ഈ ഒരു ഇൻഡസ്ട്രിയൽ മേഖലയിലേക്കാണ് കടന്നു വരുന്നത് എന്നതിനാൽ ലെവി ഇളവ് ഇവർക്കെല്ലാവർക്കും ലഭിക്കും എന്നുള്ളത് വലിയ രീതിയിലുള്ള ആശ്വാസമാണ് നൽകുന്നത്. ധന്യ. യെസ്, മിഷാൽ ചെർപ്പുളശ്ശേരിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഗസ വെടിനിർത്തൽ കരാറിന്റെ ഭാവി അനിശ്ചിതത്വത്തിലായതോടെ ഗസ നിവാസികൾ ആശങ്കയിലാണ്. 2 കൊല്ലത്തിലേറെ നീണ്ട യുദ്ധവും കഴിഞ്ഞയാഴ്ച സംഭവിച്ച പ്രകൃതിക്ഷോഭവും സൃഷ്ടിച്ച ആകുലതകൾക്കിടയിലാണ് പുതിയ യുദ്ധഭീതി. ഗസയിൽ അതിശൈത്യം മൂലം ഒരു കുഞ്ഞുകൂടി മരിച്ചു. ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 9 പേർക്ക് പരിക്കേറ്റു. ഇസ്രായേലിന്റെ നീക്കം വെടിനിർത്തലിന് വൻ ഭീഷണിയെന്ന് ഹമാസ് വ്യക്തമാക്കി. അവസാന ബന്ദിയുടെ മൃതദേഹം ഹമാസ് കൈമാറാതെ 2ാം ഘട്ട ചർച്ച സാധ്യമല്ലെന്ന നിലപാടിലാണ് ഇസ്രായേലും അമേരിക്കയും. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ സൈനിക പദ്ധതിയുമായി പിടിമുറുക്കുകയാണ് ഇസ്രായേൽ. ലബനന് നേർക്കുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ 2 മരണവും നിരവധി പേർക്ക് പരിക്കേറ്റു. MC നാസർ ചേരുന്നുണ്ട്. നാസർ, ഇപ്പോൾ നമുക്കറിയാം ദുരിതത്തിലായിരുന്ന ഗസയിലെ മനുഷ്യരാണ് വീണ്ടും അതിനേക്കാൾ വലിയ ദുരിതത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രകൃതിക്ഷോഭം ഒരു ഭാഗത്തുണ്ട്. ഇസ്രായേലിന്റെ, അതായത് അവസാന ബന്ദിയെ കൈമാറാതെ ഒരു വെടിനിർത്തൽ ഇല്ലെങ്കിൽ അടുത്ത ഘട്ടം എന്നുള്ളതിലേക്കൊന്നും ഇസ്രായേലും പോകാൻ സാധ്യതയില്ലെന്ന് മനസ്സിലാക്കുന്നു. ഈ ഘട്ടത്തിൽ എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ്? വലിയ തോതിലുള്ള അനിശ്ചിതത്വം ഈ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. വെടിനിർത്തലിന്റെ ഭാവിയെ തന്നെ ആശങ്കപ്പെടുത്തുമാറാണ് ഇരുഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പിന്നിട്ട് 2 മാസത്തിലേറെയായി തുടരുന്ന വെടിനിർത്തൽ വേളയിൽ 800-ലധികം തവണയാണ് ഈ വെടിനിർത്തൽ കരാർ ലംഘിക്കുകയും അതിന്റെ ഭാഗമായിട്ട് 394 പലസ്തീനികളെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. 1000-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ മറ്റു വ്യവസ്ഥകൾ പലതും ലംഘിക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള നീക്കവും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടായി. 28 ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറുന്നത് 27 പേരെ ഇതിന്റെ മൃതദേഹങ്ങൾ കൈമാറിയിട്ടുണ്ട്. ഒരു മൃതദേഹം കണ്ടെത്താനുള്ള നീക്കം ഇനിയും വിജയിച്ചിട്ടില്ല. കാരണം മൃതദേഹം തിരക്ക് പിടിച്ച നീക്കങ്ങളൊക്കെ നടത്തിയെങ്കിൽ പോലും മൃതദേഹം ഇതുവരെയും ലഭ്യമായിട്ടില്ല. ഇപ്പോൾ പോലും ആ തെരച്ചിൽ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ മൃതദേഹം കൂടി ലഭിക്കുന്നത് വരെ 2ാം ഘട്ട ചർച്ചയുമായി ബന്ധപ്പെട്ട ഒരു നീക്കവും മുന്നോട്ട് കൊണ്ടുപോവുകയില്ല എന്ന് അമേരിക്ക ഇന്നലെ UN രക്ഷാസമിതിക്ക് മുമ്പാകെ തന്നെ വ്യക്തമാക്കി. ഇസ്രായേലും അതേ നിലപാടിൽ തന്നെയാണ് തുടരുന്നത്. അതോടൊപ്പം തന്നെ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ നിരന്തരമായിട്ടുള്ള വെടിനിർത്തൽ ലംഘനം തുടരുന്ന ഒരു ഇസ്രായേലുമായിട്ട് ഇനിയും തുടർ ചർച്ചകൾ നടത്തുന്നതിൽ വലിയ കാര്യമില്ല എന്നൊരു പ്രതികരണത്തിലേക്ക് ഹമാസും എത്തിച്ചേർന്നിട്ടുണ്ട്. മധ്യസ്ഥ രാജ്യങ്ങൾ ഇപ്പോഴും ആശയവിനിമയം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എത്ര കണ്ട് അത് വിജയിക്കുമെന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഗസയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് സമയവും വീണ്ടും യുദ്ധം പുനരാരംഭിക്കുമെന്ന ഒരു ആശങ്ക തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കാരണം 2 കൊല്ലത്തിലേറെ നീണ്ട കൊടിയ യുദ്ധം, അതിന് പിന്നാലെ കഴിഞ്ഞ ആഴ്ച രൂപപ്പെട്ട പ്രകൃതിക്ഷോഭം, അതിലൂടെ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥ, ഇതൊക്കെ നിലനിൽക്കെ ഇനിയും ഒരു യുദ്ധത്തിലേക്കാണ് ഗസ നീങ്ങുന്നതെങ്കിൽ നമുക്കറിയാൻ സാധിക്കും ജനതയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. അത്രയും തീക്ഷ്ണമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ഗസ ജനത കടന്നു പോകുന്നത്. ധന്യ.
ഈ SMCA ചർച്ചകളുമായി ബന്ധപ്പെട്ട്, അതായത് മധ്യസ്ഥ രാജ്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാവുന്നുണ്ടോ? ചർച്ചയിൽ ഇപ്പോൾ ഇസ്രായേൽ പറയുന്ന കാര്യം ഈ ബന്ദിക്കാര്യത്തിൽ മാത്രം നിന്നുകൊണ്ട് രണ്ടാം ഘട്ടത്തിലേക്ക് ഇപ്പോൾ കടക്കണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് അമേരിക്കയും എത്തിയെന്ന് മനസ്സിലാക്കുന്നു. മറ്റു രാജ്യങ്ങൾ ഇതിലെങ്ങനെയാണ് പ്രതികരിക്കുന്നത്? തന്നെ ഈ മാസം 29-നാണ് വൈറ്റ് ഹൌസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചർച്ച നടത്തേണ്ടത്. ആ ചർച്ചയിലാണ് രണ്ടാം ഘട്ട ചർച്ചയുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖ ഉണ്ടാക്കുക എന്നാണ് അമേരിക്കയും ഇസ്രായേലും അറിയിച്ചിരുന്നത്. പക്ഷെ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഈ അവസാന ബന്ദിയുടെ മൃതദേഹം അത് കണ്ടെത്താത്ത ഒരു സാഹചര്യത്തിൽ പിന്നെ ഇനിയുള്ള ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ട് മാത്രമായിരിക്കുമെന്നൊരു ബിന്ദുവിലേക്കാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ചുരുങ്ങുന്നത്. ഇത് മധ്യസ്ഥ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധി രൂപപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ നിലവിലുള്ള സാഹചര്യത്തിൽ ഇനിയും ഈ വെടിനിർത്തൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല എങ്കിൽ, ഇസ്രായേലിനെ ഈ തുടർച്ചയായിട്ടുള്ള ലംഘനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഗസയിൽ വീണ്ടും ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അത് പശ്ചിമേഷ്യൻ സമാധാനത്തെ വലിയ തോതിൽ തന്നെ ബാധിക്കുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങൾ അമേരിക്കക്ക് നൽകിയിരിക്കുന്നത്. അപ്പൊ അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും ഇനി ഏത് പ്രതികരണം ഉണ്ടാകും എന്നതിനെ ആശ്രയിച്ച് മാത്രമായിരിക്കും ഈ തുടർ ചർച്ചകൾ നിലനിൽക്കുന്നത്. എന്തായാലും 29-ന് വൈറ്റ് ഹൌസിൽ നടക്കുന്ന ആ ചർച്ച എന്തായാലും മുന്നോട്ട് പോകും. പക്ഷെ അത് രണ്ടാം ഘട്ട വെടിനിർത്തലിലേക്ക് എത്ര കണ്ട് നീങ്ങും എന്നത് സംബന്ധിച്ച തികഞ്ഞ അവ്യക്തതയാണ് ഈ രാത്രിയിലും നിലനിൽക്കുന്നത്. MCA ഗസയിലേക്ക് വന്ന ഗസ മുനമ്പിലെ സംഭവങ്ങൾ, അവിടെ ഒരു കുഞ്ഞ് തണുത്തു മരിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നു. ഇതിപ്പോ ദിവസവും നമ്മൾ അത്തരം വാർത്തകളിലേക്ക് പോകേണ്ടി വരികയാണ്. അവിടെ കാലാവസ്ഥ പ്രതികൂലമാണ്, കുഞ്ഞുങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്ന. ഇസ്രായേൽ ഇവർക്കുള്ള പാർപ്പിട സാമഗ്രിയോ ഇല്ലെങ്കിൽ പുതപ്പ് പോലും തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ആ കാര്യത്തിലൊക്കെ എന്തെങ്കിലും ഇളവ്, എന്തെങ്കിലും ഇടപെടൽ കൊണ്ടെങ്കിലും ഇസ്രായേൽ അതിൽ നിന്ന് പിൻവാങ്ങാനോ ഇല്ലെങ്കിൽ ഇവർക്ക് ആവശ്യമായിട്ടുള്ള അവശ്യ വസ്തുക്കൾ എത്തിക്കാനോ ഉള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? ഇതിലിപ്പോ UN രക്ഷാസമിതിയും അതോടൊപ്പം തന്നെ UN പൊതുസഭയും വളരെ കൃത്യമായിട്ടുള്ള പ്രമേയം പാസാക്കിയതാണ്. ഗസയിലേക്കുള്ള ഈ സഹായ വസ്തുക്കൾ തടയുന്നത് നിലവിലുള്ള സാഹചര്യത്തിൽ ജനതയുടെ ദുരിതം വലിയ തോതിൽ തന്നെ അധികരിപ്പിക്കും. കാരണം ഇത് രൂക്ഷമായിട്ടുള്ള ഒരു പ്രകൃതിക്ഷോഭമാണ് രൂപപ്പെട്ടത്. അതിലൂടെ ഏറ്റവും ചുരുങ്ങിയത് 30,000 ടെന്റുകളെങ്കിലും തകർന്നിട്ടുണ്ട്. ലക്ഷക്കണക്കിന് മനുഷ്യരെയാണ് അത് നേരിട്ട് തന്നെ ബാധിക്കുന്നത്. നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ അടിയന്തരമായിട്ട് പുതപ്പുകൾ എത്തിക്കണമെന്ന ഏറ്റവും മിനിമം ആവശ്യം പോലും ഇതുവരെ പൂർത്തീകരിക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല. റഫ അതിർത്തി തുറക്കാനോ സാധന സാമഗ്രികൾ ആ അതിർത്തി മുഖേന എത്തിക്കാനുള്ള ഒരു നീക്കം പോലും നടക്കുന്നില്ല. കുടിവെള്ളം, ഭക്ഷണം, വെള്ളം, മരുന്ന്, മറ്റു ഉപകരണങ്ങൾ എല്ലാ കാര്യത്തിലും ഈ ഒരു നിഷേധ നിലപാട് തന്നെയാണ് ഇസ്രായേൽ തുടരുന്നത്. കാരണം ഈ വെടിനിർത്തൽ കരാറിൽ പറഞ്ഞ ഒരു വ്യവസ്ഥ പോലും പൂർണ്ണമായിട്ട് പാലിക്കാനുള്ള ഒരു താല്പര്യം പോലും ഇസ്രായേൽ നടത്തിയിട്ടില്ല. അതിന് ഇസ്രായേലിനെ പ്രേരിപ്പിക്കാൻ അമേരിക്ക തയ്യാറായിട്ടുമില്ല. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പ്രതികൂലമായിട്ടുള്ള സാഹചര്യം മൂലം നിരവധി കുട്ടികൾ മരിക്കുന്ന ഒരവസ്ഥ രൂപപ്പെട്ടിരിക്കുന്നത്. ഈ പിന്നിട്ട് 24 മണിക്കൂറിനുള്ളിൽ ഒരു കുഞ്ഞുകൂടി അതിശൈത്യം മൂലം മരണപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഈ കൊലക്ക് ഇസ്രായേൽ തന്നെയാണ് ഉത്തരവാദി എന്നാണ് ഇപ്പോൾ അല്പം മുമ്പ് ആംനസ്റ്റി പുറത്തിറക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. കാരണം ഇതും വംശഹത്യയുടെ ഭാഗം തന്നെയാണ്. പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിൽ ആ മനുഷ്യർക്ക് വേണ്ട പ്രതിരോധ ഉപകരണങ്ങൾ എത്തിക്കുക എന്ന മനുഷ്യാവകാശ സംഘടനകളൊക്കെ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്, ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയാണ് അറിയുന്നത്. അതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവോ? ആ അർത്ഥത്തിലുള്ള നീക്കങ്ങൾ, കാരണം UN-ഉം UN രക്ഷാസമിതിയും UN പൊതുസഭയും ഒക്കെ ഇത് പാസാക്കിയ പ്രമേയത്തോട് പോലും നീതി പുലർത്താത്ത, അല്ലെങ്കിൽ അതിന് ഇസ്രായേലിനെ നിർബന്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും അതിനോട് മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകാനോ ഈ പ്രകൃതിക്ഷോഭത്തിൽ അകപ്പെട്ട ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥയിലേക്ക് വലിച്ചെറിയപ്പെട്ട ഈ മനുഷ്യർക്ക് നീതിയോ സാന്ത്വനമോ ലഭിക്കാനുള്ള ഒരു നീക്കം പോലും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് കരുതാനാവില്ല. അതേസമയം ഇസ്രായേലിനെ കൂടുതൽ ആയുധമണിക്കാനുള്ള നീക്കങ്ങളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ ജർമ്മനിയാണ് $3.1 ബില്യൺ ആയുധ ഇടപാടുകൾ ഇസ്രായേലുമായിട്ട് നടത്താനുള്ള തീരുമാനം ജർമ്മൻ പാർലമെന്റ് നടത്തിയിരിക്കുന്നത്. അപ്പം യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ പ്രത്യക്ഷത്തിൽ പലസ്തീന് വേണ്ടി പലസ്തീൻ ദുരിതത്തിന്റെ കാര്യത്തിൽ ഉന്നയിക്കുന്നുണ്ട് എങ്കിൽ പോലും പരോക്ഷമായിട്ട് ഇസ്രായേലിനെ കൂടുതൽ ആയുധമണിക്കാനുള്ള നീക്കങ്ങളാണ് അമേരിക്കയും ജർമ്മനിയും അതോടൊപ്പം തന്നെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഇരട്ടത്താപ്പ് തുടരുന്നിടത്തോളം പലസ്തീൻ ജനതയുടെ ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥ എന്നത് കൂടുതൽ സങ്കീർണമായിട്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം കൂടിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ധന്യ. ശരി MCA, നന്ദി.
മറ്റു വാർത്തകളിലേക്ക്. UAE-യിൽ സ്കൂൾ പ്രവേശനത്തിന് പ്രായം കണക്കാക്കുന്നതിന്റെ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി. ഡിസംബർ 31-ന് മുൻപ് എത്ര വയസ്സ് എന്നതായിരിക്കും ഇനി പ്രായത്തിന്റെ മാനദണ്ഡം. നിലവിൽ ഓഗസ്റ്റ് 31 എന്ന തീയതി അടിസ്ഥാനമാക്കിയാണ് പ്രായപരിധി നിശ്ചയിച്ചിരുന്നത്. ഏപ്രിലിൽ അധ്യയനം ആരംഭിക്കുന്ന ഇന്ത്യൻ സ്കൂളുകളെ ഈ മാറ്റം ബാധിക്കില്ല. UAE-യിലെ ദേശീയ സിലബസ് പിന്തുടരുന്ന സ്കൂളുകളിലടക്കം ഓഗസ്റ്റ് 31 പ്രായപരിധി നിശ്ചയിക്കുന്ന ദിവസമായതിനാൽ സെപ്റ്റംബറിന് ശേഷം ജനിക്കുന്ന കുട്ടികൾക്ക് ഒരു വർഷം പഠനം നഷ്ടമാകുന്നുവെന്ന പരാതി UAE പാർലമെന്റായ ഫെഡറൽ നാഷണൽ കൗൺസിലിൽ വരെ ചർച്ചയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രായപരിധി നിശ്ചയിക്കുന്ന തീയതി ഡിസംബർ 31-ലേക്ക് മാറ്റിയത്. പ്ലേ സ്കൂൾ പ്രവേശനത്തിന് കുട്ടികൾ ഡിസംബർ 31-ന് മുമ്പ് 3 വയസ്സ് തികഞ്ഞവരാകണം. KG1 പ്രവേശനത്തിന് 4 വയസ്സും KG2-ന് 5 വയസ്സും തികയണം. 1-ാം ക്ലാസ്സിലെ പ്രവേശനത്തിന് 6 വയസ്സാണ് പ്രായപരിധി. ബ്രിട്ടീഷ്, ഫ്രഞ്ച്, US കരിക്കുലം സ്കൂളുകൾക്കും ഈ മാനദണ്ഡം ബാധകമായിരിക്കും. എന്നാൽ ഏപ്രിലിൽ അധ്യയനം ആരംഭിക്കുന്ന സ്കൂളുകൾ നിലവിൽ പിന്തുടരുന്ന മാർച്ച് 31 എന്ന മാനദണ്ഡത്തിൽ മാറ്റമുണ്ടാവില്ല. CBSE ഇന്ത്യൻ കരിക്കുലം സ്കൂളുകളിൽ ഏപ്രിലിലാണ് അധ്യയനം ആരംഭിക്കുന്നത് എന്നതിനാൽ മാനദണ്ഡങ്ങളിലെ മാറ്റം ഇന്ത്യൻ സ്കൂളുകൾക്ക് ബാധകമാവില്ലെന്ന് വിദ്യാഭ്യാസ രംഗത്തുള്ളവർ വ്യക്തമാക്കി. മീഡിയ 1 ദുബായ്. പാഴ്സൽ ഡെലിവറി സേവനങ്ങൾക്ക് നാഷണൽ അഡ്രസ് നിർബന്ധമാക്കി സൗദി അറേബ്യ. അടുത്ത വർഷം തുടക്കത്തോടെ നിയമം പ്രാബല്യത്തിൽ വരും. അഡ്രസ് ഇല്ലാത്തവർ അബ്ഷർ അടക്കമുള്ള ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് വിലാസം കരസ്ഥമാക്കണമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. സൗദി അറേബ്യയിൽ ഓരോ വീടിനും സ്ഥാപനത്തിനും വ്യക്തികൾക്കും സർക്കാർ നൽകുന്ന ഔദ്യോഗികവും ഏകീകൃതവുമായ വിലാസമാണ് നാഷണൽ അഡ്രസ്. ജനുവരി ആദ്യം മുതൽ അഥവാ 15 ദിവസങ്ങൾക്ക് ശേഷം നാഷണൽ അഡ്രസ് ഉള്ളവർക്ക് മാത്രമായിരിക്കും പാഴ്സൽ ഡെലിവറി സേവനങ്ങൾ ലഭ്യമാവുകയുള്ളൂ. നിയമം പ്രാബല്യത്തിലായ ഡെലിവറി സ്ഥാപനങ്ങൾക്ക് നാഷണൽ അഡ്രസ് ഇല്ലാത്ത പാഴ്സലുകൾ സ്വീകരിക്കുകയോ ഗതാഗതം നടത്തുകയോ ഡെലിവറി ചെയ്യുകയോ അസാധ്യമാകും. അബ്ഷർ, തവക്കൽന, സിഹത്തി, സൗദി പോസ്റ്റ് തുടങ്ങിയ ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് നിലവിൽ നാഷണൽ അഡ്രസ് ലഭ്യമാക്കാം. ഉപഭോക്തൃ അനുഭവം മെച്ചപ്പെടുത്തുക, പാഴ്സൽ ഡെലിവറി വേഗത്തിലാക്കുക, ഡെലിവറി സമയത്തെ അനാവശ്യ ഫോൺ വിളികളും ആശയക്കുഴപ്പങ്ങളും കുറയ്ക്കുക, പ്രവർത്തന കാര്യക്ഷമതയും കൃത്യതയും മെച്ചപ്പെടുത്തുക തുടങ്ങിയവയുടെ ഭാഗമായാണ് നീക്കം. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. ചെക്കുകൾ മടങ്ങുന്ന സംഭവങ്ങൾ കുറയ്ക്കുന്നതിനായി പുതിയ സംവിധാനവുമായി സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ. ചെക്ക് നൽകിയ വ്യക്തിയുടെ അക്കൗണ്ടിൽ മതിയായ തുകയില്ലെങ്കിൽ ലഭ്യമായ തുക സ്വീകരിക്കാൻ അനുവദിക്കുന്ന സംവിധാനമാണ് നിലവിൽ വന്നത്. ബാങ്ക് ഇടപാടുകൾ സുഗമമാക്കുന്നതിനും ചെക്കുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ ഒഴിവാക്കാനും ഇത് സഹായിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇതിന് പ്രധാനമായിട്ട് 3 ഉദ്ദേശ ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്ന്, ബാങ്കിങ് സിസ്റ്റത്തിൽ ഒരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ കൊണ്ടുവരിക എന്നുള്ളത്. രണ്ടാമത്തെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് വ്യക്തികൾക്കും അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങൾക്കും അല്ലെങ്കിൽ ബിസിനസ് ഉടമകൾക്കും പ്രോപ്പറായിട്ടൊരു ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ചെക്ക് മടങ്ങുന്നത് സംബന്ധിച്ച് ധാരാളം ലിറ്റിഗേഷൻസ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ ലിറ്റിഗേഷൻസിൽ കുറവ് വരുത്തുക എന്നുള്ളതാണ്. ഈ സിസ്റ്റം പ്രകാരം നമ്മളൊരു ചെക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഈ ചെക്ക് മടങ്ങത്തില്ല. അക്കൗണ്ട് ഹോൾഡറുടെ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ടോ അത്രയും രൂപ എടുത്തിട്ട് ബാക്കിക്ക് രണ്ടാമത് ഈ ചെക്ക് പ്രസൻറ്റ് ചെയ്യുന്നൊരു സംവിധാനമാണ്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ 10,000 രൂപയുടെ ഒരു ചെക്ക് പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ അക്കൗണ്ട് ഹോൾഡറുടെ അക്കൗണ്ടിൽ 9,500 രൂപയുള്ളെങ്കിൽ 500 രൂപയ്ക്ക് വേണ്ടി ഈ ചെക്ക് മടങ്ങിപ്പോകും. എന്നാൽ ഒമാനിൽ ഈ പുതിയ വ്യവസ്ഥ അനുസരിച്ച് 10,000 റിയാലിൻ്റെ ഒരു ചെക്ക് പ്രസൻറ്റ് ചെയ്യുകയും അക്കൗണ്ട് ഹോൾഡർ അക്കൗണ്ടിൽ 9,500 റിയാലേ ഉള്ളെങ്കിൽ ഈ 9,500 റിയാലിന് ഈ ചെക്ക് പാസ്സാകും. വീണ്ടും ഈ അക്കൗണ്ട് ഹോൾഡർക്ക് ഈ 500 റിയാലിന് വേണ്ടി ഈ ചെക്ക് പ്രസൻറ്റ് ചെയ്യാം. ഈ ചെക്ക് എല്ലാ തരത്തിലുള്ള ചെക്കുകൾക്ക് ഇത് ബാധകമാണ്. ക്രോസ്ഡ് ചെക്കാണെങ്കിലും അക്കൗണ്ട് പേ ചെക്കാണെങ്കിലും ബിയർ ചെക്കാണെങ്കിലും അതുപോലെ തന്നെ ബാങ്കിൻ്റെ കൗണ്ടറിൽ പ്രസൻറ്റ് ചെയ്യുന്ന ചെക്കുകൾക്കും എല്ലാത്തിനും ഈ ഒരു നിർദ്ദേശം ബാധകമാണ്. പിന്നെ മാത്രമല്ല ഇത് ഒരു ചെക്ക് ഹോൾഡറെ സംബന്ധിച്ചോളം ഇത് മാൻഡേറ്ററി ആണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ആദ്യം പൈസ കിട്ടുന്നതുകൊണ്ട് രണ്ടാമത് പ്രസൻറ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ രണ്ടാമത്തെ പൈസയ്ക്ക് വേണ്ടി നിയമ നടപടികൾ സ്വീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള അവകാശവും ഇതിൽ ഉണ്ട്. ഈ ധാരാളം ചെക്ക് മടങ്ങുന്നത് സംബന്ധിച്ച് ധാരാളം കേസുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഒരു അറുതി വരുത്തുവാൻ ഈ ഒരു പുതിയ സംവിധാനം സഹായമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി മുന്നോട്ടുള്ള പോക്കിൽ ചെക്ക് ബൗൺസിങ് സംബന്ധമായിട്ടുള്ള കേസുകൾ വളരെയധികം കുറവുണ്ടാവും. ഫിഫ ഇന്റർകോണ്ടിനെന്റൽ കപ്പ് ഫൈനൽ ദോഹയിൽ പുരോഗമിക്കുകയാണ്. ഫ്രഞ്ച് ക്ലബ് PSG-യും ബ്രസീലിയൻ ക്ലബ് ഫ്ലമെങ്കോയും തമ്മിലാണ് പോരാട്ടം. PSG 1 ഗോളിന് മുന്നിലാണ്. ദോഹയിലെ ആമദ് ബിൻ അലി സ്റ്റേഡിയത്തിൽ നിന്ന് വിവരങ്ങളുമായി അബ്ബാസ് മുഹമ്മദ് ചേരുന്നുണ്ട്. അബ്ബാസ്, ഫൈനൽ പുരോഗമിക്കുകയാണ്, എങ്ങനെയുണ്ട് ഗെയിം?
ധന്യ ഫൈനൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ 38-ാം മിനിറ്റിൽ നേടിയ ഏക ഗോളിന് PSG ഈ കളിയിൽ ഫൈനലിലെ പോരാട്ടത്തിൽ മുമ്പിലാണ്. ഇവിടെ കലാശ പോരാട്ടത്തിൽ റയാനിലെ സ്റ്റേഡിയത്തിൽ 10,000 സാക്ഷി നിർത്തിയ ഈ കളിയിൽ ഗംഭീര കളിയാണ് ഇരു ടീമുകളും കാഴ്ചവെച്ചത്. എന്നാൽ 38-ാം മിനിറ്റിൽ നേടിയ ഗോൾ ഈ രണ്ട് കളിയിൽ ഒരു വ്യത്യാസമായി നിലനിന്നു. ഈ ഒരൊറ്റ ഗോളിന് നിലവിൽ PSG മുമ്പിലാണ്. ഇവരുടെ PSG വലത് വിങ്ങിലൂടെ വന്ന ഒരു ആക്രമണം, ഈ ആക്രമണത്തിന് അവരുടെ ഫ്ലമംഗോയുടെ ബോക്സിലേക്ക് ഒരു ത്രൂ ബോൾ കൊടുക്കുന്നു. അവിടുന്ന് അവരുടെ ഗോൾ കീപ്പർ റോസ് അഗസ്റ്റിൻ അതിനൊന്ന് ഫിംഗർ കൊണ്ടത് തട്ടിയകറ്റിയെങ്കിലും തൊട്ടു മുമ്പിൽ തന്നെ നിന്ന അവരുടെ PSG ജോർജിയൻ താരം വറക്ചീനിയ കൃത്യമായിട്ട് അതൊരു ക്ലിനിക്കൽ ഫിനിഷിലൂടെ ഗോൾ കണ്ടെത്തുന്നു. ഇങ്ങനെ ഏക ഗോളിന് ഫ്ലമംഗോക്കെതിരെ, ലാറ്റിൻ അമേരിക്കയുടെ ക്ലബ് ചാമ്പ്യന്മാരായ ഫ്ലമംഗോക്കെതിരെ അവർ മുമ്പിലാണ്. PSG മുമ്പിലാണ്. ഫ്രഞ്ച് കരുത്തരായ PSG അതിഗംഭീരമായ കളിയാണ് കെട്ടഴിച്ചത് എന്ന് മാത്രമല്ല, നമ്മൾ എല്ലാവരും ഏറെ ആരാധകർ ഉറ്റുനോക്കിയിരുന്നത് ഇവിടുത്തെ സൂപ്പർ താരം ഉസ്മാൻ ഡെംബെലെ കളത്തിലിറങ്ങുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ ബെഞ്ചിലിരുത്തിയാണ് കോച്ച് ലൂയി എൻറിക്കെ ഇന്നത്തെ ടീമിനെ കളത്തിലിറക്കിയത്. എങ്കിൽ പോലും മനോഹരമായ PSG കളിച്ചു. അപ്പുറത്ത് ഫ്ലമംഗോ ബ്രസീൽ ക്ലബ്ബ് അവർ ആക്രമണം നടത്തിയെങ്കിൽ പോലും PSG പ്രതിരോധത്തിൽ തട്ടി ഈ നിലവിൽ അവരുടെ ആക്രമണങ്ങളുടെ മുനയൊടിയുന്ന ഒരു കാഴ്ചയാണ് ആദ്യ പകുതിയിൽ കണ്ടത്. ഏതായാലും 10,000-കണക്കിന് ആരാധകരെ സാക്ഷി നിർത്തിയാണ് നിലവിൽ ഈ ഇന്റർ കോണ്ടിനെന്റൽ കപ്പിൻ്റെ ഫൈനൽ പുരോഗമിക്കുന്നത്. അതിൽ ആദ്യ ഹാഫിലെ കളി നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് PSG-ക്ക് ഒരു ചെറിയ മേധാവിത്വമുണ്ട്. അത് തന്നെ അവരുടെ കളിയിലും പ്രകടമായി, ഒരു ഗോളിലും പ്രകടമായി. അവരുടെ പറച്ചീനെ നേടിയ ഏക ഗോളിലൂടെ 38-ാം മിനിറ്റിൽ നേടുന്ന അതിഗംഭീരമായൊരു ഗോളിലൂടെ, ഒരു ടീം പ്ലേ ഗോളിലൂടെ PSG നിലവിൽ മുന്നിൽ നിൽക്കുന്നു. ഇനി രണ്ടാമത്തെ പകുതി ആരംഭിക്കാൻ ഏതാനും മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ആരാണ് ഈ ഫിഫ ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് ഉയർത്തുക എന്ന് അറിയാൻ ഇനി 45 മിനിറ്റിൻ്റെ ദൂരം മാത്രമേ ഉള്ളൂ. ധന്യ. ശരി അബ്ബാസ്. കുവൈത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇന്നു മുതൽ വെള്ളിയാഴ്ച വരെ കനത്ത മഴയോടൊപ്പം മൂടൽമഞ്ഞും ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ആക്ടിംഗ് ഡയറക്ടർ ദിറാർ അൽ അലി അറിയിച്ചു. വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. UAE-യിൽ നാളെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. വ്യാഴാഴ്ച ഉച്ചയോടെ ആരംഭിക്കുന്ന മഴ രാത്രിയോടെ ശക്തി പ്രാപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ഉൾപ്പെടെയുള്ളവർ മുന്നറിയിപ്പ് സന്ദേശങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. നിലവിലെ അറിയിപ്പ് പ്രകാരം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരിക്കും മഴ ആരംഭിക്കുക. എന്നാൽ രാത്രിയോടെ മഴ കൂടുതൽ ശക്തി പ്രാപിക്കും. പ്രധാനമായും തീരദേശ മേഖലകളെയാണ് മഴ കാര്യമായി ബാധിക്കാൻ സാധ്യത. വെള്ളിയാഴ്ച പുലർച്ചെ വരെ ഈ മഴ നീണ്ടു നിൽക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഔദ്യോഗിക ഇടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ മാത്രം പാലിക്കണമെന്നും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും കർശന നിർദ്ദേശമുണ്ട്. വാദികൾ നിറഞ്ഞൊഴുകാനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുള്ളതിനാൽ ഈ മേഖലയിലുള്ളവർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിലുണ്ട്. മീഡിയ 1 ദുബായ്. കുവൈത്തിൽ കാലാവസ്ഥ പ്രതികൂലമാകാൻ സാധ്യതയുള്ളതിനാൽ നാളെ മുതൽ വെള്ളിയാഴ്ച വൈകുന്നേരം വരെ ചില വിമാന സർവീസുകൾ പുനഃക്രമീകരിക്കേണ്ടി വന്നേക്കുമെന്ന് കുവൈത്ത് എയർവേസ് അറിയിച്ചു. യാത്രക്കാരുടെയും വിമാനങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനും സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കുന്നതിനുമാണ് നടപടി. സർവീസുകളിലെ മാറ്റങ്ങൾ സംബന്ധിച്ച അറിയിപ്പുകൾ അതത് സമയത്ത് യാത്രക്കാരെ അറിയിക്കുമെന്നും കുവൈത്ത് എയർവേസ് അറിയിച്ചു. ഒമാനിലെ വിവിധ ഗവർണറേറ്റുകളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി. നാളെ വൈകുന്നേരം 6 മണി മുതൽ ശനിയാഴ്ച വരെയാണ് മുന്നറിയിപ്പ്. മുസന്തം ഗവർണറേറ്റിൽ ഏറ്റവും തീവ്രമായ കാലാവസ്ഥ അനുഭവപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ. 20 മില്ലിമീറ്റർ മുതൽ 60 മില്ലിമീറ്റർ വരെ മഴയുണ്ടാകുമെന്നാണ് പ്രവചനം. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. സ്കൂൾ വാഹനത്തിൽ 4 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ബഹ്റൈനിൽ ഡ്രൈവറായ സ്വദേശി വനിതയ്ക്കെതിരെയുള്ള കേസ് കോടതി ഒഴിവാക്കി. കുട്ടിയുടെ മാതാപിതാക്കൾ ഡ്രൈവർക്ക് മാപ്പ് നൽകിയതിനെ തുടർന്നാണ് ഹൈ ക്രിമിനൽ കോടതിയുടെ നിർണായക വിധി. ഒക്ടോബർ 13-നായിരുന്നു രാജ്യത്തെ ആകെ കണ്ണീരിലഴ്ത്തിയ ദാരുണമായ സംഭവം നടക്കുന്നത്. 4.5 വയസ്സുകാരൻ ഹസൻ മഹാരിയാണ് മരിച്ചത്. സ്കൂളിലേക്ക് പോകുന്ന വാഹനത്തിലിരുന്ന് ഹസൻ ഉറങ്ങിപ്പോവുകയായിരുന്നു. ഇതറിയാതെ ഡ്രൈവർ കാർ ലോക്ക് ചെയ്ത് പുറത്തുപോയി. 34 ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ മണിക്കൂറുകളോളം കാറിനുള്ളിൽ കുടുങ്ങിയ കുട്ടി ശ്വാസം മുട്ടി മരിക്കുകയായിരുന്നു. കുട്ടി മരിച്ചതിനെ തുടർന്ന് ഡ്രൈവർക്കെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അന്വേഷണത്തിൽ വാഹനത്തിന് സ്കൂൾ ട്രാൻസ്പോർട്ടേഷൻ നടത്താനുള്ള ലൈസൻസ് ഇല്ലെന്ന് കണ്ടെത്തുകയും പ്രതിയായ ഡ്രൈവറെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ വൈകാരികമായ രംഗങ്ങളാണ് കോടതിയിൽ കേസ് വിസ്താരത്തിനിടെ നടന്നത്. 3 കുട്ടികളുടെ അമ്മയാണ് താനെന്നും ഭർത്താവ് സൗദിയിലെ
ജയിലിലാണെന്നും യുവതി കോടതിയെ അറിയിച്ചു. നിത്യവൃത്തിക്കായി മറ്റൊരു വഴിയുമില്ലാതായതോടെയാണ് അനധികൃതമായി ഈ ജോലി ചെയ്യേണ്ടി വന്നതെന്നും ആ വനിത കോടതി മുറിയിൽ പറഞ്ഞു. അറിയാതെയാണെങ്കിൽ പോലും കുട്ടിയുടെ മരണത്തിന് കാരണക്കാരിയായതുകൊണ്ട് ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറാണെന്നും അവർ കരഞ്ഞുകൊണ്ട് കോടതിയെ അറിയിച്ചു. എന്നാൽ പ്രതിയുടെ ജീവിത സാഹചര്യം മനസ്സിലാക്കിയ കുട്ടിയുടെ കുടുംബം അവർക്ക് പുറത്തു കൊടുക്കുന്നതായി കോടതിയെ അറിയിക്കുകയായിരുന്നു. കേസിൽ തുടർ നടപടികളുമായി മുന്നോട്ടു പോകാൻ താൽപര്യമില്ലെന്നും കുട്ടിയുടെ മാതാപിതാക്കൾ കോടതിയെ ബോധ്യപ്പെടുത്തി. ഇതു സംബന്ധിച്ച സത്യവാങ്മൂലം പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ സമർപ്പിച്ചു. ഇതിനെ തുടർന്ന് നരഹത്യാ കുറ്റത്തിൽ നിന്ന് വനിതയെ ഒഴിവാക്കി കോടതി കേസ് അവസാനിപ്പിച്ചു. മീഡിയ 1 ബഹ്റൈൻ. കുവൈത്തിൽ ജനുവരി 1 പുതുവത്സര അവധി പ്രഖ്യാപിച്ചു. ഇന്ന് ചേർന്ന പ്രതിവാര മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്. വ്യാഴാഴ്ച സർക്കാർ സ്ഥാപനങ്ങളും ബന്ധപ്പെട്ട വകുപ്പുകളും അവധിയായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. അതേസമയം അടിയന്തര സ്വഭാവമുള്ള സ്ഥാപനങ്ങൾ സാധാരണ പോലെ പ്രവർത്തിക്കും. ജനുവരി 1 വ്യാഴാഴ്ച അവധിയും തുടർന്ന് വെള്ളി ശനി ദിവസങ്ങൾ വാരാന്ത്യ അവധിയുമായതിനാൽ ജനുവരി 4 ഞായറാഴ്ചയാണ് സർക്കാർ സ്ഥാപനങ്ങളിൽ പതിവ് ജോലികൾ പുനരാരംഭിക്കുക. ബഹ്റൈൻ ദേശീയ ദിനത്തോടനുബന്ധിച്ച് അരിമണികൾ ഉപയോഗിച്ച് ബഹ്റൈന്റെ ഭൂപടം തീർത്ത് ലോക റെക്കോർഡ് സൃഷ്ടിച്ച് കന്നഡ സംഘം. 54 അംഗ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ കലാസൃഷ്ടി ഗോൾഡൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിലാണ് ഇടം പിടിച്ചത്. 18 മീറ്റർ നീളവും 8 മീറ്റർ വീതിയുമുള്ള ബഹ്റൈന്റെ ഭൂപടം പൂർണ്ണമായും അരിമണികൾ ഉപയോഗിച്ചാണ് തയ്യാറാക്കിയത്. നേട്ടം ബഹ്റൈനിനോടുള്ള സ്നേഹവും ആദരവുമാണ് വ്യത്യസ്തമായ ആശയത്തിലൂടെ പ്രകടിപ്പിച്ചതെന്ന് സംഘാടകർ പറഞ്ഞു. കുവൈത്തിലെ റോഡുകളിൽ കാൽനട യാത്രക്കാരുടെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി മുനിസിപ്പൽ കൗൺസിൽ പുതിയ നിർദ്ദേശം അവതരിപ്പിച്ചു. ഉൾറോഡുകളിലെയും പ്രധാന റോഡുകളിലെയും ഫുട്പാത്തുകൾ ആധുനിക നഗര മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി പുനഃക്രമീകരിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ഭിന്നശേഷിക്കാരും മുതിർന്നവരും തടസ്സമില്ലാതെ ഉപയോഗിക്കാവുന്ന രീതിയിലായിരിക്കണം ഫുട്പാത്തുകളുടെ രൂപകൽപ്പന. കാൽനട യാത്രക്കാരെ പരിഗണിക്കാത്ത ഡ്രൈവർമാർക്കും പിഴ ചുമത്തുന്നത് നിർദ്ദേശമുണ്ട്. യുഎയിലെ വിവിധ സ്കൂളുകളിൽ 39 വർഷത്തെ അധ്യാപക വൃത്തിക്ക് ശേഷം നാട്ടിലേക്ക് മടങ്ങുന്ന മുരളി മംഗലത്തിന് ഷാർജയിൽ യാത്രയയപ്പ് നൽകി. സാഹിത്യ പ്രവർത്തകരുടെ കൂട്ടായ്മയായ അക്ഷരക്കൂട്ടമാണ് യാത്രയയപ്പ് ഒരുക്കിയത്. MCA നാസർ സ്നേഹാദരം കൈമാറി. ഏഞ്ചൽ അന്ന സിബി, ഡോക്ടർ സൈഫുദ്ദീൻ പി ഹംസ, അനന്തലക്ഷ്മി, ഷെരീഫ് സാദിഖ് കാവിൽ, വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. മലയാളി സംരംഭകന് ജിദ്ദ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ അംഗീകാരം. സൗദിയിലെ ബിസിനസ് സംരംഭകനായ ഷാക്കിർ ഹുസൈനാണ് ജിദ്ദ ചേംബറിന്റെ സാമ്പത്തിക സമിതിയിലേക്ക് അംഗത്വം ലഭിച്ചത്. അറേബ്യൻ ഹൊറൈസൺ സ്ഥാപകനാണ് ഷാക്കിർ ഹുസൈൻ. സൗദി വ്യാപാര വാണിജ്യ മേഖലകളെ പ്രതിനിധീകരിക്കുന്ന ഔദ്യോഗിക സ്ഥാപനമാണ് ജിദ്ദ ചേംബർ ഓഫ് കൊമേഴ്സ്. ബിസിനസ് രംഗത്തെ പ്രധാന നേട്ടങ്ങൾ മുൻനിർത്തിയാണ് അംഗീകാരം. സൗദി സാമ്പത്തിക മന്ത്രാലയത്തിന് കീഴിലുള്ള സ്ഥാപനത്തിൽ അപൂർവമായാണ് വിദേശ പൌരന്മാർക്ക് അംഗത്വം ലഭിക്കാറുള്ളത്. ചേംബറിന്റെ സാമ്പത്തിക സമിതിയിലാണ് മലയാളി സംരംഭകനായ ഷാക്കിർ ഹുസൈനെ അംഗമായി തെരഞ്ഞെടുത്തത്. സൗദി അറേബ്യയിലെ മിനിസ്ട്രി ഓഫ് കൾച്ചറിന്റെയും അതേപോലെ ടൂറിസത്തിന്റെ ഒക്കെ കൂടെ വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് ഈ പറയുന്ന എക്സിബിഷനും ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു സാധനമുള്ളത്, വാണിജ്യ മന്ത്രാലയത്തിന്റെ അണ്ടറിലുള്ള. അപ്പം തീർച്ചയായിട്ടും നമ്മൾ 30 വർഷമായിട്ട് സൗദി അറേബ്യയിലുണ്ട്. നേരത്തെ തന്നെ ഒരു ഓൺട്രപ്രണറാണ്, ഇവിടുത്തെ ഒരു ഇൻവെസ്റ്ററാണ്. കൂടുതലും ഇൻവെസ്റ്റേഴ്സിനെ സൗദി അറേബ്യയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാൾ എന്നുള്ള അർത്ഥത്തിൽ കിട്ടിയ അതിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ആദരമാണ്. ചേംബറിന്റെ കീഴിലുള്ള സമ്മേളനങ്ങൾ, ഇവന്റുകൾ, പ്രദർശനങ്ങൾ സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഭാഗത്തിലാണ് ഷാക്കിർ ഹുസൈന് സേവനങ്ങൾ നൽകാനാവുക. ചെറുകിട, ഇടത്തരം, വൻകിട സ്ഥാപനങ്ങൾ നേരിടുന്ന സാമ്പത്തിക വെല്ലുവിളികളെ അതിജീവിക്കാനും നവീന ആശയങ്ങൾ മുന്നോട്ട് വെക്കാനും ഇതുവഴി സാധിക്കും. സൗദി അറേബ്യയിൽ കുറച്ച് എസ്പെഷ്യലി ഒരു 2020 മുതലേ എക്സിബിഷന്റെ ആ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ പ്രത്യേകിച്ചും ശ്രദ്ധ വെച്ചിരുന്നു. കാരണം സൗദി അറേബ്യയുടെ ഒരു വിഷൻ 2030യുടെ ഭാഗമായിട്ടുള്ള ഒരു വളർച്ചയുടെ കൂടെ ഇവിടെ വലിയൊരു വാക്വം ആ ഒരു എക്സിബിഷൻ എന്നുള്ള ലെവലിൽ ഇവിടെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്തു. നമ്മളാണ് സത്യത്തിൽ ലാർജ് സ്കെയിൽ എസ്പെഷ്യലി
ഗോൾഡൻ ഡയമണ്ട്സ് അതല്ലെങ്കിൽ പ്രിഷ്യസ് സ്റ്റോൺസിന്റെ ഒക്കെ ഒരു എക്സിബിഷൻ എന്നുള്ളത് ഒരു ലാർജ് സ്കെയിലിൽ സൗദി അറേബ്യയിൽ നടത്തിയത് ഈ അറേബ്യൻ ഹൊറൈസൺ ആണ്. സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ തമ്മിലുള്ള സഹകരണത്തിൽ നയപരമായ സംഭാവനകൾക്കും പദവി വഴി സാധിക്കും. മീഡിയ 1 ജിദ്ദ. സഹേൽ ആപ്ലിക്കേഷൻ വഴി സമ്പൂർണ്ണ കോടതി വിധികളിലേക്കുള്ള ഓൺലൈൻ ആക്സസ് നീതിന്യായ മന്ത്രാലയം ആരംഭിച്ചു. സർക്കാർ ഏജൻസികൾക്കും ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്കും കോടതി വിധികളുടെ പൂർണ്ണ രൂപം നേരിട്ട് ലഭ്യമാകുന്ന സംവിധാന രീതിയാണിത്. വ്യവഹാരികൾക്കും ബന്ധപ്പെട്ട കക്ഷികൾക്കും നടപടിക്രമങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുകയാണ് ലക്ഷ്യം. രാജ്യത്തിന്റെ ഡിജിറ്റൽ പ്രവർത്തന ലക്ഷ്യങ്ങൾക്കനുസൃതമായി സുതാര്യതയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. പുതിയ മയക്കുമരുന്ന് വിരുദ്ധ നിയമം പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ മയക്കുമരുന്ന് കൈവശം വെച്ച കേസിൽ 6 പേരെ കുവൈത്തിൽ അറസ്റ്റ് ചെയ്തു. ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഫോർ ഡ്രഗ് കൺട്രോളിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിലാണ് നടപടി. ഫർവാനിയയിൽ 4 ഏഷ്യൻ പൗരന്മാരെയും കബ്ദിൽ 1 കുവൈത്ത് പൗരനെയും 1 അനധികൃത താമസക്കാരനെയും 2 വ്യത്യസ്ത കേസുകളിലായി പിടികൂടി. പ്രതികളുടെ കൈവശം മയക്കുമരുന്ന് കണ്ടെത്തിയതായി അധികൃതർ അറിയിച്ചു. കുവൈത്തിലെ റീറ്റെയിൽ രംഗത്തെ സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നതിനായി ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് 2 പുതിയ ശാഖകൾ കൂടി തുറക്കുന്നു. 47ാമത് ഗ്രാൻഡ് ഹൈപ്പർ ശാഖ ഡിസംബർ 18 രാവിലെ റീഗ ബ്ലോക്ക് 2-ൽ പ്രവർത്തനം ആരംഭിക്കും. 48ാമത് ശാഖയായ ജലീബ് ഗ്രാൻഡ് ഹൈപ്പർ വൈകിട്ട് 4 മണിക്ക് ജലീബ് ഷുയൂഖിലും ഉദ്ഘാടനം ചെയ്യും. ഇരു ശാഖകളിലും ദൈനംദിന അവശ്യ വസ്തുക്കൾ മുതൽ ഗൃഹോപകരണങ്ങൾ, ഇലക്ട്രോണിക്സ്, ഫാഷൻ ഉൽപ്പന്നങ്ങൾ വരെ ലഭ്യമാകും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വൻ ഓഫറുകളും പ്രത്യേക പ്രൊമോഷൻ ഓഫറുകളും പ്രഖ്യാപിച്ചതായി മാനേജ്മെന്റ് അറിയിച്ചു. കേരളത്തിലെ വ്യാജ സർട്ടിഫിക്കറ്റ് മാഫിയ ബഹ്റൈൻ പാർലമെന്റിലും ചർച്ചയാകുന്നു. സർട്ടിഫിക്കറ്റുകളുടെ ആധികാരികത പരിശോധിക്കാനായി പ്രത്യേക സർക്കാർ സമിതി രൂപീകരിക്കണമെന്ന് പാർലമെന്റിൽ ആവശ്യമുയർന്നു. ഇന്ത്യയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റുകളുടെ ആധികാരികത പരിശോധിക്കുന്നതിനായി പ്രത്യേക സമിതി രൂപീകരിക്കണമെന്ന അടിയന്തര പ്രമേയത്തിന്മേൽ ബഹ്റൈൻ പാർലമെന്റ് ചർച്ചയ്ക്കൊരുങ്ങുന്നു. വ്യാജ അക്കാദമിക് യോഗ്യതകളുമായി എത്തുന്നവർ ബഹ്റൈൻ തൊഴിൽ വിപണിയെ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കകൾ വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കം. 5 എംപിമാരുടെ നേതൃത്വത്തിലാണ് ഈ നിർദ്ദേശം പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ മാസം ആദ്യം കേരള പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റ് മാഫിയ പിടിയിലായിരുന്നു. അന്വേഷണത്തിൽ ഏകദേശം 22 സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് 1 ലക്ഷത്തിനടുത്ത് വ്യാജ സർട്ടിഫിക്കറ്റുകൾ കണ്ടെത്തിയതായി പോലീസ് വ്യക്തമാക്കി. 10 ലക്ഷത്തിലധികം ആളുകൾക്ക് ഇത്തരം വ്യാജ അക്കാദമിക് യോഗ്യതകൾ വിതരണം ചെയ്തതായി സംശയിക്കുന്നതായും അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി നേടാൻ ശ്രമിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ബഹ്റൈൻ ഇത്തരമൊരു നടപടിക്ക് തയ്യാറെടുക്കുന്നത്. ബഹ്റൈന്റെ തൊഴിൽ മേഖലയിലെ സുതാര്യതയും വിശ്വാസ്യതയും ഉറപ്പാക്കുന്നതിന് ശക്തമായ പരിശോധനാ സംവിധാനങ്ങൾ അനിവാര്യമാണെന്ന് എംപിമാർ പാർലമെന്റിൽ ചൂണ്ടിക്കാട്ടി. ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾക്ക് സർക്കാർ നേതൃത്വത്തിലുള്ള പ്രത്യേക പരിശോധനാ സമിതി അടിയന്തരമായി വേണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. മീഡിയ 1 ബഹ്റൈൻ. സൗദിയിലെ അലുല ഡെവലപ്മെന്റ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായി ജോൺ പഗാനോയെ നിയമിച്ചു. അടുത്ത ഘട്ടത്തിന് നേതൃത്വം നൽകാനാണ് നിയമനം. അലുല ചരിത്ര കേന്ദ്രങ്ങളിലെ ടൂറിസം സാധ്യത വികസിപ്പിക്കുകയാണ് ദൗത്യം. റിയൽ എസ്റ്റേറ്റ് ടൂറിസം വികസനത്തിൽ 4 പതിറ്റാണ്ടിന്റെ പരിചയമുള്ളയാളാണ് പഗാനോ. ഒമാൻ സുൽത്താനേറ്റിന്റെ ബജറ്റ് എയർലൈനായ സലാം എയർ അബഹ സിറ്റിയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിച്ചു. മലയാളികൾക്കും നേട്ടമാവുന്നതാണ് സലാം എയറിന്റെ സർവീസ്. ആഴ്ചയിൽ 4 വിമാനങ്ങളാണ് മസ്കറ്റ് അബഹ റൂട്ടിൽ സർവീസ് നടത്തുക. മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടന്ന ചടങ്ങിലാണ് സലാം എയർ സർവീസ് പ്രഖ്യാപനം നടത്തിയത്. മസ്ജിദുൽ ഹറമിൽ എത്തുന്ന തീർത്ഥാടകർക്ക് കർമ്മങ്ങൾ എളുപ്പമാക്കാൻ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി ഇരുഹറം കാര്യാലയം. ഉംറയുടെ ഓരോ ഘട്ടത്തിലും മാർഗനിർദ്ദേശം നൽകുന്ന ഡിജിറ്റൽ മുത്തവിക് പ്ലാറ്റ്ഫോമാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. തീർത്ഥാടകർക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന നിരവധി സ്മാർട്ട് സേവനങ്ങളാണ് ഡിജിറ്റൽ മുത്തഫിലുള്ളത്. ഉംറ കർമ്മങ്ങളെക്കുറിച്ചുള്ള വിശദമായ ഗൈഡ്, ഓഡിയോ, വീഡിയോ രൂപത്തിലുള്ള പ്രാർത്ഥനകൾ എന്നിവയും തീർത്ഥാടകർക്ക് ലഭ്യമാക്കും.